മുത്തശ്ശി അവരുടെ ജീവൻ അപകടത്തിലാണെന്ന്. ഇത്ര പെട്ടെന്ന് അവർക്ക് എന്ത് സംഭവിച്ചു? അവരിപ്പോ എവിടെയുള്ളതെന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ല, പക്ഷെ അവരുടെ ജീവൻ അപകടത്തിലാണെന്നുള്ളത് സത്യമാണ്. നീ എന്താ പറയുന്നതെന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല. ആരുടെ കയ്യിൽ നിന്ന് ഈ വീടിനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവരുടെ കൂടെ തന്നെ ഈ വീട്ടിലെ മക്കളെ പറഞ്ഞു വിട്ടില്ലേ? നീ ഇല്ലാത്തതൊന്നും പറയാൻ നിൽക്കണ്ട. തൃശൂലും ത്രിവിക്രവും പോയിരിക്കുന്നത് ശിവാനിയുടെ കൂടെയാ. അവള് തന്നെയാണ് ഈ വീടിന്റെ ആപത്തും. ശിവാനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ സ്ത്രീയല്ല. അവളൊരു ഇച്ഛാധാരി നാഗമാണ്. എന്താ പറഞ്ഞേ? ശിവാനി നാഗമാണെന്നോ? മായ, സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. അന്നൊരിക്കൽ വന്ന് ഈ വീട്ടിൽ നാഗം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ വന്ന് ശിവാനി തന്നെയാണ് നാഗമെന്ന് പറയുന്നു. എന്താ ശിവാനിയോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടോ നിനക്ക്? എനിക്കൊരു വിദ്വേഷവും ഇല്ല അങ്കിൾ. ഞാൻ പറഞ്ഞത് സത്യമാ. ശിവാനിയാണ് നാഗം. ഈ വീട്ടിലെ മരുമോളെ പറ്റി തന്നെ നീ അപവാദം പറയുകയാണല്ലോ. എന്ത് ധൈര്യമാ നിനക്ക്? അവള് നാഗമാണെന്ന കാര്യത്തിൽ എന്തെങ്കിലും തെളിവുണ്ടോ നിന്റെ കയ്യില്? തെളിവുണ്ട്. എന്ത് തെളിവുള്ളത്? ഒന്ന് കാണട്ടെ. എന്റെ വാക്കാണ് തെളിവ്. കണ്ണുകൊണ്ട് കണ്ടാലും തെളിവ് വേണമെന്ന് തന്നെയാ പറയാറ്. അങ്ങനെയുള്ളപ്പോ ശിവാനി തന്നെയാണ് നാഗമെന്ന് വെറും വാക്കുകൾ കൊണ്ട് നീ സ്ഥാപിക്കാൻ നോക്കുകയാണല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? ഈ വീട്ടിൽ നല്ലത് നടക്കണമെന്നുള്ളത് മാത്രം എന്റെ ഉദ്ദേശം. ഞാൻ ഒന്നും അറിയാതെയാണ് സംസാരിക്കുന്നതെന്ന് കരുതണ്ട. എനിക്കെല്ലാം അറിയാം. എന്താ അറിയാവുന്ന നിനക്ക്? അതെന്താന്ന് വെച്ചാ പറ. 14 വർഷം നാഗത്തെ ദിഗ്ബന്ധനം ചെയ്തിരുന്നത് നുണയാണോ? പറയ്, സംസാരിക്കേ. ഓരോ ദിവസവും നാഗം ഈ വീടിന് ചുറ്റും കറങ്ങുന്നു എന്നുള്ളത് വെറുതെയാണോ? അതിനെതിരെ നിങ്ങൾ യാഗം ചെയ്തു എന്നുള്ളത് കള്ളമാണോ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? സംസാരിക്ക. നിങ്ങൾ സംസാരിക്കെങ്കിൽ പറയ്, മറുപടി പറയ്. ഇതേക്കുറിച്ച് നിനക്ക് എങ്ങനെ അറിയാം? എനിക്കെല്ലാം അറിയാം. ഏടത്തെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ശിവാനി ഈ വീട്ടിലെ മരുമകളായി വന്നത് വേറൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാ. അപ്പോ ശിവാനി ഒരു നാഗമാണോ? നാഗലോകത്തുള്ളവളാണോ? അതെ, നാഗലോകത്തുള്ളവൾ. നിന്റെ ഈ വാക്കുകൾ നിനക്ക് തെളിയിക്കാൻ പറ്റുമോ? അങ്കിൾ, ഇത് ഞാൻ എവിടെ വേണമെങ്കിലും തെളിയിക്കാം. ശിവാനി തന്നെയാണ് നാഗം. ദിഗ്വിജയ, എന്താ മോനെ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ ഇപ്പൊ ചെയ്യുക? നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. ഈ കാര്യം ഞാൻ ഗുരുക്കളുടെ മുന്നിൽ അവതരിപ്പിക്കട്ടെ. നന്ദീശവാ. അങ്കിൾ, ഒരു മിനിറ്റ്. ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ. ഗുരുക്കളുടെ മുന്നിൽ വെച്ച് ഞാൻ തന്നെ തെളിയിക്കാം. സത്യമായിട്ടും എന്നെ വിശ്വസിക്കെങ്കിൽ ഞാൻ എന്തായാലും തെളിയിച്ചിരിക്കും. ശരി, വാ. മായ, ബാബയുടെ അടുത്തേക്ക് പോകുന്നത് തമാശക്കളിയല്ല. നീ പറയുന്നതൊക്കെ സത്യമാണല്ലോ. അങ്കിൾ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. ആദ്യം എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. വാ. അങ്കിൾ, അദ്ദേഹത്തെ വിളിക്കേ. ഇത്തിരി തിരക്കുള്ളൊരു കാര്യോ ഞാൻ പറഞ്ഞിരുന്നില്ലേ? ദയവ് ചെയ്ത് അദ്ദേഹത്തെ വിളിക്കേ. ജയ് മഹാകാളി. ദിഗ്വിജയ, ആരാണിവൾ? ഇവളെ എന്തിനാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? എന്റെ അനുവാദമില്ലാതെ അന്യരെ ആരെയും എന്റെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ പാടില്ലെന്ന് അറിഞ്ഞുകൂടെ നിനക്ക്? ബാബ, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് വരാനിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിനു മാത്രം എന്താ? ബാബ, ഇച്ഛാധാരി നാഗം ആരാണെന്നുള്ളത് ഇവൾക്കറിയാം ബാബ. ഇച്ഛാധാരി നാഗറാണി ആരാണെന്ന് ഇവൾക്കറിയാമെന്നോ? ആരാണത്?
ബാബ, എനിക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞല്ലേ പറ്റൂ. ഇവള് പറയുന്നത് ഇച്ഛാധാരി നാഗം ശിവാനിയാണെന്ന്. എന്ത്? ശിവാനിയോ? അസാധ്യമാണത്. അവൾ ഇച്ഛാധാരി നാഗറാണിയായിരിക്കുവാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ അവളുടെ നെറുകയിലെന്ന് കൈവച്ചതാണ്. അവളിൽ നാഗാംശമുണ്ടായിരുന്നുവെങ്കിൽ എനിക്കത് അന്നേ അറിയാൻ പറ്റുമായിരുന്നു. അവളിലുള്ളത് ദൈവീക ശക്തിയാണ്. അല്ല, ഇതെല്ലാം അവൾ കളിക്കുന്ന നാടകമാ. അവൾ ഇച്ഛാധാരി നാഗമാണ്. ഏയ്, നീ പറയുന്നതാണ് കള്ളം. ഞങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുവാൻ നോക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞതൊക്കെ സത്യം, സത്യം, സത്യം. ശിവാനി തന്നെയാണ് നാഗം. അങ്കിൾ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കും. നന്ദീശൻ അങ്കിൾ, നിങ്ങളെങ്കിലും പറയൂ. അല്ല മോളെ, ബാബ പോലും ഇത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ എങ്ങനെ വിശ്വസിക്കും? ബാബാ, ഇതത്ര ഈസിയായി തള്ളിക്കളയാൻ പാടില്ല. അവളാണ് നാഗറാണി. എനിക്കത് നന്നായിട്ട് അറിയാം. അത്രയ്ക്കങ്ങ് ഉറപ്പിച്ച് നിനക്കെങ്ങനെ പറയാൻ കഴിയും? ശിവാനിയെ എനിക്ക് 23 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അറിയാം. എന്താ മായത്? 23 വർഷങ്ങളായി നിനക്കറിയാമെന്ന് പറയുന്നു. അവള് തന്നെയാണ് നാഗറാണി എന്ന് പറയുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കള്ളം സത്യമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു മുതലാളി. അതുകൊണ്ടാ ഇങ്ങനെ അർത്ഥമില്ലാതെ സംസാരിക്കുന്നത്. അല്ല, ശിവാനി തന്നെയാണ് നാഗറാണി. ഇതെനിക്ക് എങ്ങനെ അറിയാന്ന് വെച്ചാൽ ഞാനും അവളെ പോലെ തന്നെ നാഗമാണ്. എന്താ പറഞ്ഞ? നീ നാഗമാണെന്ന്? കള്ളം! ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കള്ളക്കഥ മെനയണ്ട. എന്റെ ശക്തിയെക്കുറിച്ച് നിനക്കിനിയും മനസ്സിലായിട്ടില്ല. ഇനി എന്താ? നിങ്ങൾക്കെല്ലാം വിശ്വാസം വരണമല്ലേ? ദാ നോക്ക്, ശരിക്കും നോക്ക്. ഇതെന്താണ് ബാബ ഇത്? ഇപ്പോഴെങ്കിലും ശിവാനി നാഗമാണെന്ന് വിശ്വാസം വന്നോ? വിശ്വസിക്കാം. എന്നാൽ ഒരു ചോദ്യം. ശിവാനിയാണ് ഇച്ഛാധാരി നാഗറാണി എന്ന് നിനക്കറിയാമെങ്കിൽ അവൾ എന്തുദ്ദേശത്തോടെയാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതെന്നും നിനക്കറിയാമായിരിക്കുമല്ലോ. എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം. എങ്കിൽ പറ, അവൾ ആരെ തിരഞ്ഞാ ഇങ്ങോട്ട് വന്നത്? ആദിശേഷനെ. എന്ത്? ആദിശേഷനെയോ? നിനക്ക് ശരിക്കറിയാമോ? അതെ, അവളുടെ ഉദ്ദേശം പുനർജന്മമെടുത്ത ആദിശേഷനുമായി ചേരുകയെന്നതാ. അങ്ങനെയെങ്കിൽ ആദിശേഷൻ ആരാണെന്നതും നിനക്ക് വ്യക്തമായി അറിയാമല്ലേ? ആ, എനിക്കറിയാം. പറയൂ, ആരാണ് ആദിശേഷൻ? ഞങ്ങൾക്കിപ്പോൾ അതറിയണം. നിന്നോടാണ് ചോദിക്കുന്നത്. ആരാണ് ആദിശേഷൻ? എവിടെയാണവൻ? നീ കണ്ടിട്ടുണ്ടോ അവനെ? ഇപ്പൊ തന്നെ പറ, കാണിക്ക്. അവൻ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. എന്ത്? എന്റെ വീട്ടിലോ? ആരാത്? ആരാണെന്ന് പറ. നിങ്ങളുടെ മകൻ. എന്റെ മകനാണോ? എന്റെ മകനോ? എന്റെ മകനോ? ത്രിവിക്രമാണോ അതോ തൃശൂലാണോ? ആരാണെന്ന് പറയൂ. എന്താണ് നീ മിണ്ടാതെ നിൽക്കുന്നത്? അവൻ ആരാണെന്ന് പറയൂ. നീയായിട്ട് പറയുന്നുണ്ടോ അതോ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കണോ? പറയ്, അവൻ എവിടെയുണ്ടെന്ന് പറയേ. പറയാൻ മായ മര്യാദയ്ക്ക് പറയാനാ പറഞ്ഞത്. വാ തുറക്ക്, പറയാൻ. ത്രിവിക്രമനാണോ തൃശൂലാണോ എന്ന് പറ. പറയൂ. പറയൂ മായ. അവൻ ആരാണെന്ന് പറയൂ. നിൽക്കുന്നത് പറയാൻ. നിന്നോടാണ് ചോദിക്കുന്നത് മായ. പറയാൻ. പറയാൻ. അതാരാണെന്ന് പറ. വായ തുറക്ക്. പറയൂ മായ. പറ. അവൻ ആരാണെന്ന് പറ. ആരാണെന്ന് പറ. സത്യം പറ. തൃശൂലാണോ ത്രിവിക്രമനാണോ? നിന്നോടാണ് ചോദിക്കുന്നത്. പറയാൻ. ആരാണെന്ന് പറയൂ. പറയൂ.
മര്യാദയ്ക്ക് പറയാൻ. ആരാണെന്ന് പറ. പറ, ത്രിവിക്രമനാണോ തൃശൂലാണോ? പറ, ആരാണെന്ന് പറ. നിന്നോടല്ലേ ചോദിച്ചോണ്ടിരിക്കുന്നത്? പറ. ശിവാനി, നീയോ? നീ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇത്രയെല്ലാം ശക്തികൾ സമ്പാദിച്ചു വരുമ്പോ കുറഞ്ഞ പക്ഷം എന്റെ ശക്തി എന്താണെന്ന് ഞാൻ നിനക്ക് കുറച്ചെങ്കിലും പരിചയപ്പെടുത്തി തരണ്ടേ? നീ പറയൂ, നിങ്ങൾ നാഗത്തെ ദിഗ്ബന്ധനം ചെയ്തത് കളവാണോ? നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? എനിക്കെല്ലാം അറിയാം. ഏടത്തെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? അവൾ ഈ വീട്ടിലെ മരുമകളായി വന്നത് വേറെ ഉദ്ദേശം വെച്ചുകൊണ്ടാ. ശിവാനി നാഗമാണെന്നോ? നാഗലോകത്തുള്ളവളാണെന്നോ? അതെ, അവള് നാഗലോകത്തുള്ളവളാ. ഇതെല്ലാം നിനക്ക് തെളിയിക്കാൻ സാധിക്കുമോ? എന്താ മായി എങ്ങനെ നോക്കുന്നേ? ഇതൊന്നും നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുന്നവരുടെ മനസ്സിലെ കുറച്ചെങ്കിലും ചീത്ത ചിന്തയുണ്ടായാൽ അത് വിശ്വസിക്കാനാവില്ല. ഇപ്പൊ നിനക്ക് സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയല്ലേ? ഇത്രയ്ക്കായിട്ടും ഞാൻ ചെയ്തത് തെറ്റൊന്നുമല്ല. എന്റെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ചെറിയൊരു ഉപായമാണ്, അത്രമാത്രം. നീ ഇത്രയ്ക്ക് തരം താഴുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഛേ, മറ്റുള്ളവർ നിൽക്കുന്നത് ഏത് തലത്തിലാണെന്ന് തീരുമാനിക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായ. നീ എപ്പോഴും മേൽത്തട്ടിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിൽ പോലും ചിന്തിക്കരുത് മായേ. എന്തുകൊണ്ടെന്നാൽ മേൽത്തട്ടിൽ നിൽക്കുന്നവർ ജയിച്ചവരായിരിക്കും. അങ്ങനെയുള്ളവർ എപ്പോഴും താഴെ തട്ടിലുള്ളവരോട് തലകുനിച്ച് സംസാരിക്കാറില്ല. സംസാരിച്ചാൽ അവർ ജയിച്ചവരാണെന്ന് തോന്നാറുമില്ല. തോൽവി നീ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടല്ലോ. ഈ കളി നീ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നോ അതോ? ശിവാനി! വേണ്ട മായേ, നിന്റെ ഈ കോപവും പകയും എല്ലാം കളഞ്ഞ് എന്റെ ആദിശേഷൻ ആരാണെന്ന് നീ ആദ്യം പറ. ത്രിവിക്രമനാണോ എന്റെ ആദിശേഷൻ? അല്ലേ? പറയുമായേ, എന്നോട് ഈ ഒരു സത്യം മാത്രം നീ പറ. ബാക്കിയുള്ള കാര്യമെല്ലാം ഞാൻ മറന്നേക്കാം. നിനക്ക് ഇനിയും മുന്നോട്ട് നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാകും. മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല ശിവാനി. നിന്റെ ആദിശേഷൻ ആരാണെന്ന് ഞാൻ പറയില്ല. ഞാനവന്റെ പ്രാണനെടുത്താലേ നിനക്കത് മനസ്സിലാകൂ. അതാണ് എന്റെ ലക്ഷ്യം. നിന്റെ ആ ആഗ്രഹം മനസ്സിൽ സ്വപ്നം കണ്ട് ജീവിച്ചോ, അല്ലാതെ അത് ഭ്രമമാക്കി ജീവിക്കരുത്. അന്ന് പറഞ്ഞു, ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മായേ. എന്നെയും എന്റെ ആദിശേഷനെയും തമ്മിൽ അകറ്റാൻ ആരെ കൊണ്ടും സാധിക്കില്ല. ഓർമ്മയിലിരിക്കട്ടെ. ഇതെന്താണാവോ സംഭവം? എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ട് ശിവാനിയെ കാണുന്നില്ലല്ലോ. ഇവളത് എവിടെ പോയി? തൃശൂൽ, നീ എന്താടാ ഇവിടെ ചെയ്യുന്നത്? ശിവാനി ഇവിടേക്ക് വരാൻ പറഞ്ഞു, അവൾക്ക് വേണ്ടി കാത്തു നിൽക്കാം. നീ എന്താ ഇവിടെ? നിന്നോടും വരാൻ പറഞ്ഞിരുന്നു. രണ്ടാളും കൂടെ ചേർന്ന് എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടിയായിരിക്കും അല്ലേ? ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല ഇനി. ബ്രോ, ഒരു മിനിറ്റ്. ശിവാനി നമ്മളോട് എന്തിനാ ഇവിടേക്ക് വരാൻ പറഞ്ഞെന്നറിയില്ല. നീ ഇവിടുന്ന് പോയാൽ അവൾക്ക് വിഷമാവും ബ്രോ. ബ്രോ, നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്തോ ആയിക്കോട്ടെ, അതിന്റെ പേരിൽ അവളെ വിഷമിപ്പിക്കരുത് ബ്രോ, പ്ലീസ്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? താങ്ക്സ് ബ്രോ. എന്റെ വാക്കിന് വില ഒന്ന് തിരിച്ചു വന്നല്ലോ. എടാ, നിന്റെ വാക്ക് കേട്ടിട്ട് വന്നതല്ല ഞാൻ. ശിവാനിയോടുള്ള ബഹുമാനം കൊണ്ട് നിൽക്കുന്നതാ. ശിവാനി, നീ ഇത്രയും നേരം എവിടെ പോയിരിക്കായിരുന്നു? ഇവിടേക്ക് എന്തിനാ വരാൻ പറഞ്ഞത്? അതും ഇവന്റെ മുന്നിലേക്ക് വരുത്തിയത് എന്തിനാ? അത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു ജോലി ഉണ്ടായിരുന്നു. അത് തീർത്ത് വന്നപ്പോഴേക്കും താമസിച്ചു പോയി. ഐ എം സോറി ത്രിവിക്രം. അതിന് മാത്രം എന്ത് ജോലിയാ? പറയാം.
ഇപ്പൊ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം വാ. ശിവാനി ഒരു നിമിഷം നിന്ന്. അമ്പലത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നില്ല നീ. എല്ലാം ഇവിടെ വെച്ച് തന്നെ പറയണോ? ഇനി കുറച്ചു ദൂരം കൂടെ പോയാ അമ്പലം എത്തുമല്ലോ. അവിടെ ചെന്നിട്ട് ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇവിടെ തന്നെ നിന്നിട്ട് മഹാദേവനോട് നല്ലത് വരുത്തണേന്ന് പ്രാർത്ഥിക്ക്. ഞാൻ അകത്ത് പോയിട്ട് വരാം. മഹാദേവ, ഇന്ന് അമാവാസിയാണ്. ആദിശേഷൻ ആരാണെന്ന് മനസ്സിലാവുന്ന ദിവസം. ത്രിവിക്രമനെയും തൃശൂലിനെയും ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇവരിൽ ആരാണ് എന്റെ ആദിശേഷൻ എന്നുള്ളതിനുള്ള ഉത്തരം എനിക്കിന്ന് കിട്ടിയേ പറ്റൂ.